ഉച്ചയ്ക്ക് നിന്ന് എന്നെ എന്തായിരിക്കും ഒരാൾ ആറ്റിങ്ങ സ്റ്റാൻഡിലോട്ട് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അയാളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ്. വേറെ ആരുമല്ല, സ്വന്തം അമ്മച്ചിയായിരുന്നു. പാണ്ടക്കെട്ടുകളോട്ട് പറഞ്ഞത് അതിന്റെ അകത്ത് പൊങ്കാലയാണ്. പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ അമ്മ ശാർക്കര പൊങ്കാലയിടാൻ പോയിട്ട് വന്നതാണ്. അവിടെ നിന്ന് അമ്മച്ച പാക്കപ്പ് അല്ലല്ലോ, പിക്കും ചെയ്ത് നേരെ ആലങ്കോട് എത്തിയപ്പോൾ വിചാരിച്ച ഒരു ചിക്കൻ കറി മേടിച്ചോണ്ട് നേരെ വീട്ടിലോട്ട് പോകും. അവിടെ എന്തായാലും ഇന്ന് മീൻ കിട്ടി കാണും. ഞാൻ ധ്യാനിച്ചറിഞ്ഞല്ലേട്ടോ, അമ്മാമ്മച്ച് നേരത്തെ പറഞ്ഞു മക്കളെ ഇവിടെ മീനൊന്നുമില്ല, ഇന്നലത്തെ മീൻ ശകലം വറ്റിച്ച് വെച്ചോണ്ട്. അതുകൊണ്ട് ഞാൻ നേരെ ചിക്കൻ കറി മേടിച്ചോണ്ട് വീട്ടിൽ പോയി. വേറൊരു കാര്യം എന്ന് വെച്ചാൽ അമ്മയ്ക്ക് കഴിക്കാൻ പറ്റില്ല. അമ്മ ശിവരാത്രി വ്രതം പിന്നെ വേറെ എന്തോ വ്രതം പിടിച്ചോണ്ട് നിൽക്കും. അങ്ങനെ ആറ്റിങ്ങ, ആലങ്കോട്, തൊട്ടിക്കല്ല്, ലൗഡേ സ്കൂൾ ഇതെല്ലാം കഴിഞ്ഞ് നേരെ അമ്മാമ്മേരെ വീട്ടിലോട്ട് എത്തിയട്ടാ. അപ്പൊ അമ്മച്ചി പറഞ്ഞ മക്കളെ ഞാൻ പൊങ്കാലയും പിടിച്ചോണ്ടിരാ, നീ ബാക്കിൽ നിന്ന് വീഡിയോ എടുത്തോണ്ടിരാൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല, ചുമ്മാ പറഞ്ഞിട്ടാ. അങ്ങനെ നേരെ ചെന്നപ്പോൾ നാണ്ട അമ്മാമ്മച്ചി അതൊരു ഉലാത്തുന്നുണ്ട്. ഇതാണ് എന്റെ അമ്മേരമ്മ, അതായത് അമ്മാമ്മേരെ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ തന്നെ വലിയൊരു ജാമ്പമരം ഉണ്ട് കേട്ടോ. ഇത്തവണ എന്തായാലും ഇഷ്ടമായ ഒരു കാഴ്ച കേട്ടോ. അമ്മാമ്മച്ചി കുറച്ച് അച്ചാറിട്ടെന്ന് ഞാൻ അറിഞ്ഞു. അച്ചാറും കൂട്ടിയൊരു പിടിയുണ്ട്, അത് നമുക്ക് വീഡിയോ കണ്ടോണ്ട് വരുമ്പോൾ തന്നെ ജാമ്പയ്ക്കാൻ പറിച്ചതിന് ശേഷം അമ്മച്ചി കൊണ്ടുവന്ന ചാക്ക അങ്ങോട്ട് പൊട്ടിച്ചേട്ടാ. ചാക്കിൻ്റെ അകത്ത് എനിക്കൊരു അമ്മച്ചി എനിക്ക് വേണ്ടി എന്തെങ്കിലും കൊണ്ടുവരുന്നത്. ഈശ്വര സത്യം പറഞ്ഞ സാധനം കൊണ്ടുവന്നു. നല്ല പരിപ്പ് വട, മുറുക്ക്, പിന്നെ ആലഞ്ഞ, ഇതൊക്കെ ചെറുതായിട്ട് കഴിക്കാം. കാരണം അമ്മാമ്മച്ചിയുടെ സ്പെഷ്യലായിട്ട് എന്താ ഊണുണ്ട്. പിന്നെ ഞാൻ മേടിച്ചോണ്ട് ചിക്കൻ കറി. പിന്നെ അമ്മ പറഞ്ഞു മക്കളെ ഞാൻ അവിടെ നിന്ന് അടപ്പ് പാത്രം മേടിച്ച് പിന്നെ പെട്ടി കണക്കൊരു സാധനം മേടിച്ചു. ഇതിന്റെ കൂടാരം കണക്കിരിക്കണം കേട്ടോ. അടപ്പ് പാത്രത്തിന്റെ അതൊരു സ്പെഷ്യൽ സാധനം ഉണ്ടായിരുന്നു കേട്ടോ, ശാർക്കലത്തെ പൊങ്കാല. കാരണം എന്ന് വെച്ചാൽ അമ്മച്ചി അവിടെ നിന്ന് ആർക്കാ കൊടുത്തതിന്റെ ബാക്കി കുറച്ച് പാത്രത്തിൽ ഇട്ട് പിന്നെ എനിക്കും തന്നു. പൊങ്കാലം കഴിച്ചുകൊണ്ട് നേരെ ഊണിലോട്ട് പോയിട്ടാ. ഊണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജാമ്പയ്ക്ക് അച്ചാർ, അത് അമ്മാമ്മച്ചിയുടെ സ്പെഷ്യൽ ആയിരുന്നു. പിന്നെ ഒരു പയർ വെച്ചുള്ള കൂട്ടുകറി ഉണ്ടായിരുന്നു, പിന്നെ ബീറ്റ്റൂട്ട് തോരൻ ഉണ്ടായിരുന്നു. ഇനി എന്തൊക്കെ പറഞ്ഞാലും ജാമ്പയ്ക്ക് അച്ചാർ അതിന്റെ മേലെ വേറെ ഒന്നും. എങ്കിലും കൂട്ടുകറിയും ചിക്കൻ കറിയും കൂടെ ഒരു പിടി പിടിച്ചേട്ടാ. വേറെ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ചോറ് നല്ല വെന്ത ചോറാട്ടോ. വെന്ത ചോറ് ഈ കൂട്ടുകറിയും കൂടെ തിന്നാൻ ഭയങ്കര രസമാണ്. അങ്ങനെ ഊണും കഴിച്ചിട്ട് മുറുക്കും കൂടെ അങ്ങ് എടുത്തു. മുറുക്ക് അറിയാലോ, മുറുക്ക് പിന്നെ ഞാൻ ഏത് അമ്പലത്തിൽ പോലും മേടിക്കുന്നത്. അതുപോലെ തന്നെ ആലഞ്ഞ അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞത് പൂ കണക്കിരിക്കുന്ന ആലഞ്ഞാണ്, അധികം കട്ടിയില്ലായിരുന്നു. അതും കഴിച്ചിട്ട് നേരെ ചെറുക്കൻ്റെ രണ്ടുണ്ട് ചെറുത് കൊടുത്തിട്ട് വലുത് മേടിക്കുന്ന പരിപാടി പണ്ടേ എനിക്കുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇവൻ എന്തെങ്കിലും ചെയ്ത് ഇവൻ കിണി കൊണ്ട് അപ്പോഴേ അമ്മാമേരോട് പറയും. പിന്നെ അമ്മാമേരെന്ന് വഴക്കായി എന്തിന്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞാൽ താഴെ മാമന്റെ വീട്ടിലോട്ട് പോയി. മാമന്റെ ഇടിപ്പോഴേ നല്ല സപ്പോർട്ട് അമ്മ അതിൻ്റെ അകത്ത് കുറെ സപ്പോർട്ട് ചെയ്തു. എന്തോ ഭാഗ്യത്തിന് അമ്മയ്ക്ക് ഒരു പഴുത്തത് കിട്ടി കേട്ടോ. വേറെ കാര്യം ചെയ്ത് ഒരുപാട് പഴുത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര എനിക്കൊരു സ്മെല്ല് ഇഷ്ടപ്പെടില്ല. പക്ഷേ ഈ ഒരു ഇളം പഴുപ്പ് അടിപൊളിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റ്. ഇതും കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ലൈനിൽ ചെറിയൊരു മരണം കിടക്കണം കേട്ടോ. ഒരു വവ്വാല് ചത്ത് പഴുത്ത് കിടക്കും. പാവം വവ്വാല് എന്തിനാന്തോ അതിൻ്റെ ഇടയിൽ പോയി തൂങ്ങി ഇന്ന് ഇപ്പോഴും മനസ്സിലായില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അമ്മാമ്മച്ചീരെ വകയായിട്ട് ഒരു ചക്കയും കൊണ്ടുവന്ന് നേരെ വീട്ടിലോട്ട് വന്ന് പ്രസാദം കഴിച്ചു.